പ്രസംഗത്തിന് മുൻപ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പാട്ട് എന്ന് എനിക്ക് തോന്നുന്ന ക്രിസ്തീയ ആത്മീയ ഗീതങ്ങൾ 287 പാട്ട് ഒന്ന് പാടുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അറിയാവുന്നവർ അത് പാടി സഹായിക്കാം. 287 പാട്ട്, എല്ലാം ദാനമല്ലേ എന്നുള്ളത്. നമുക്ക് തിരുവചനാധ്യാനത്തിനായിട്ട് ഒരുങ്ങാം. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഇന്നത്തെ ആരാധനയിൽ നിങ്ങൾക്ക് കൂടെ പങ്കെടുക്കുവാൻ ദൈവം സഹായിച്ചതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് തിരുവചനത്തിലൂടെ ദൈവവചനം കേൾക്കുവാൻ, അത് പങ്കുവയ്ക്കുവാൻ ദൈവം ഒരവസരം തന്നതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ കാതുകളെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, അരുളി ചെയ്യണമേ, അടിയങ്ങൾ കേൾക്കുന്നു. ഞങ്ങളും ഞങ്ങൾക്കുള്ളവയും നിൻ്റെ സന്നിധാനത്തിൽ സമർപ്പിക്കുന്നു. നിൻ്റെ മഹത്വത്തിനായിട്ട് ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും അവിടുന്ന് എടുത്ത് ഉപയോഗിക്കണമേ. സകലമാനവും മഹത്വം അങ്ങേയ്ക്കായിരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. നമ്മുടെ സഭയുടെ ലക്ഷണറി അനുസരിച്ച് ഇന്ന് ദശാംശ സമർപ്പണ ഞായറാണ്. എന്നാൽ നമ്മുടെ ഭദ്രാസനത്തിലും നമ്മുടെ ഇടവകയിലും അത് വേറൊരു ദിവസം നടത്തുമല്ലോ. അതുകൊണ്ട് ഇന്ന് സാധാരണ ദിവസമായിട്ട് നമുക്ക് കരുതാം. എങ്കിലും ക്രിസ്തീയ ദാനത്തെപ്പറ്റിയും സമർപ്പണത്തെപ്പറ്റിയും ഉള്ളതായ ചില ചിന്തകൾ നിങ്ങളോട് കൂടെ പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായിട്ട് 1-2 വാക്യങ്ങളെ വായിച്ചു കൊള്ളട്ടെ. ആദ്യമായിട്ട് ദിനവൃത്താന്തം 29 അധ്യായത്തിൻ്റെ 13 മുതൽ 15 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കാം. 1 ദിനവൃത്താന്തം 29 13 മുതൽ 15 വരെ.
12 മുതൽ വായിക്കാം. ധനവും ബഹുമാനവും നിങ്കൽ നിന്ന് വരുന്നു, നീ സർവവും ഭരിക്കുന്നു, ശക്തിയും ബലവും നിന്റെ കയ്യിലിരിക്കുന്നു, സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും നിന്റെ പ്രവൃത്തിയാകുന്നു. ആകയാൽ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്ത് നിന്റെ മഹത്വമുള്ള നാമത്തെ സ്തുതിക്കുന്നു. എന്നാൽ ഞങ്ങളിങ്ങനെ മനഃപൂർവ്വമായി ദാനം ചെയ്യേണ്ടതിന് പ്രാപ്തരാകുവാൻ ഞാൻ ആർ? എൻ്റെ ജനവും എന്തുള്ളൂ? സകലവും നിങ്കൽ നിന്നല്ലോ വരുന്നത്. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തന്നതേയുള്ളൂ. ഞങ്ങൾ നിന്റെ മുൻപാകെ ഞങ്ങളുടെ സകല പിതാക്കന്മാരെയും പോലെ അതിഥികളും പരദേശികളും ആകുന്നു. ഭൂമിയിൽ ഞങ്ങളുടെ ആയുഷ്കാലം ഒരു നിഴൽ പോലെ അത്രേ. ദാവീദ് രാജാവ് തൻ്റെ ഭരണം എല്ലാം നന്നായി നടത്തി, ശത്രുസംഹാരങ്ങളെല്ലാം നടത്തി സമാധാനത്തോടെ കഴിയുന്നു. തനിക്ക് പാർക്കുവാൻ നല്ല ദേവദാരു മരം കൊണ്ട് ഉണ്ടാക്കിയതായ ഒരു കൊട്ടാരം പണിത് സമാധാനത്തോടെ ജീവിക്കുന്നു. ആ സമയത്ത് അദ്ദേഹം ചിന്തിക്കുന്നു, ഞാൻ ഇത്ര മഹത്വമുള്ളതായ ഒരു കൊട്ടാരത്തിൽ പാർക്കുമ്പോൾ ദൈവത്തിൻ്റെ യാഗപീഠവും ദൈവത്തിൻ്റെ പെട്ടകവും ഇരിക്കുന്നത് ഒരു പഴയ തിരശ്ശീലയ്ക്ക് കീഴിലാണല്ലോ. അത് ശരിയല്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ പെട്ടകവും യാഗപീഠവും ഒക്കെ ഇരിക്കത്തക്കവണ്ണം ഒരു ആലയം പണിയണം എന്ന് ചിന്തിച്ചു. അതിനായിട്ട് വേണ്ടതെല്ലാം സംഭരിച്ചു വച്ചു. എന്നിട്ട് നാഥാൻ പ്രവാചകനോട് പറഞ്ഞു, എൻ്റെ ആഗ്രഹം ഇതാണ്. നാഥാൻ ദാവീദിനെ പ്രോത്സാഹിപ്പിച്ചു. പക്ഷേ അന്ന് രാത്രി ദൈവം നാഥാനോട് പറഞ്ഞു, നീ പോയി ചെന്ന് ദാവീദിനോട് പറ, നീ അത് പണിയണ്ട. നീ വളരെയേറെ രക്തം ചൊരിഞ്ഞവനാണ്. നീ അല്ല, നിൻ്റെ മകൻ അത് ചെയ്തുകൊള്ളും. അതുകൊണ്ട് നീ ചെയ്തിരിക്കുന്നതെല്ലാം നിൻ്റെ മകൻ പൂർത്തീകരിക്കത്തക്കവണ്ണം അത് അവൻ നിവർത്തിക്കാൻ ഒരുങ്ങിയാൽ മതി എന്ന് പറഞ്ഞ് ദാവീദിനെ അറിയിപ്പാൻ പറഞ്ഞു. ദാവീദ് അത് കേട്ടു. അത് കഴിഞ്ഞതിന് ശേഷമുള്ളതായ ദാവീദിൻ്റെ പ്രതികരണമാണ് ഇപ്പോൾ നാം വായിച്ചത്. ഇതോടൊപ്പം നമുക്ക് വേറൊരു ഭാഗം കൂടെ നോക്കാം. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. സമർപ്പണത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ദാവീദ് ദൈവത്തിൻ്റെ ആലയം പണിയുവാൻ ഒരു സ്വരുക്കൂട്ടി വെച്ചത് എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ചതിന് ശേഷം താൻ പണിയണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് ജനത്തെയും പ്രഭുക്കന്മാരെയും ഒക്കെ വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞു, എൻ്റെ ആഗ്രഹം ഇതായിരുന്നു, പക്ഷേ ദൈവം അതെൻ്റെ മകന് ചെയ്യുമെന്ന് പറഞ്ഞാണ് വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതുവരെ സംഭരിച്ചതെല്ലാം ഇവിടെ ഒരുക്കി വച്ചിട്ടുണ്ട്. ഇത് മാത്രം പോരാ, എൻ്റെ മകൻ ചെറുപ്പമാണ്, അവനെ നിങ്ങൾ സഹായിക്കണം. അതുകൊണ്ട് നിങ്ങളും അതിൽ പങ്കുചേർന്ന്
നിങ്ങളുടേതായിട്ടുള്ളതായ കാര്യങ്ങളൊക്കെ അതിനോട് ചേർത്ത് ഈ മന്ദിരം പണിയണം എന്ന് പറഞ്ഞു. ക്രിസ്തീയ സമർപ്പണം എന്ത് എന്നുള്ളത് അത്രേ നമ്മൾ ഇന്ന് ഓർക്കേണ്ടത്. ഇന്ന് നാം പാടുവാനായിട്ട് ശ്രമിച്ചു, എല്ലാം ദാനമല്ലേ, ഇതൊന്നും എൻ്റേതല്ല, എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്, അതുകൊണ്ട് ഇതൊന്നും എൻ്റേതല്ല, ദൈവം തന്നതാണ്, ആ തന്നതിനെ ദൈവസന്നിധിയിൽ ഞാൻ സമർപ്പിക്കേണ്ടവനാണ്. അങ്ങനെ പറഞ്ഞാണ് ദാവീദ് തൻ്റെ സമർപ്പണം നടത്തുന്നത്. നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കണം. നമ്മുടെ ശരീരങ്ങളെ ബലിയർപ്പിച്ചുകൊണ്ട് ദഹിപ്പിക്കണമെന്നുള്ളതല്ല, ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കുക. അതാണ് അതിൻ്റെ ഒരു പ്രതികരണമാണ്, ഒരു 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 അനുഭവമാണ് വാസ്തവത്തിൽ ദശാംശ സമർപ്പണത്തിലൂടെ നാം നടത്തുന്നത്. ഇന്ന് എവൻഗേലിയോനായിട്ട് വായിച്ചതായ ഭാഗത്തെ നാം കൊടുക്കുന്നതിനെ സൂക്ഷിച്ച് നോക്കുന്നതായ യേശുവിനെയാണ് കാണുന്നത്. എല്ലാവരും അവരുടെ ഭണ്ഡാരത്തിൽ കൊണ്ടുവന്ന് ദൈവാലയത്തിൽ ഭണ്ഡാരത്തിൽ തങ്ങൾക്കുള്ളതായ ദാനങ്ങൾ സമർപ്പിക്കുകയാണ്. ധനവാന്മാർ വളരെ ഇട്ടു, പക്ഷേ ഒന്നും ഇടാനില്ലാതിരുന്ന വിധവ 2 ചില്ലിക്കാശ് കൊണ്ടുവന്ന് അത് ഇടുമ്പോൾ ഈ ചില്ലിക്കാശോടുകൂടെ തന്നെയാണ് അർപ്പിച്ചത് എന്ന് അത് നോക്കിക്കണ്ട യേശുവിനെയാണ് അവിടെ നമ്മെ കാണിക്കുന്നത്. നാം കൊടുക്കുന്നതെല്ലാം ദൈവം കാണുന്നുണ്ട്. ഏത് മനോഭാവത്തോടുകൂടെ കൊടുത്തു, എന്താണ് കൊടുത്തത് എന്നുള്ളത് നോക്കിക്കാണുന്ന യേശു ഉണ്ട്. ആ യേശുവിൻ്റെ സന്നിധിയിലാണ് നാം കൊടുക്കുന്നത് എന്നുള്ളത് നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. ദാവീദ് ഇതെല്ലാം ശേഖരിച്ച് വെച്ചതിന് ശേഷം പറയും, ഇതെല്ലാം ദൈവം തന്നതാണ്, ദൈവം തന്നത് ദൈവത്തിനായിട്ട് അർപ്പിക്കുന്നു. ഞാൻ ഈ ലോകത്തിൽ അന്യനും പരദേശിയുമാണ്. അതിഥി എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. അതിഥി അല്പനേരത്തേക്ക് മാത്രം വന്ന് നിൽക്കുന്നവനാണ്, പിന്നീട് പോവും. ഈ ലോകത്തിൽ കുറേ കാലത്തേക്ക് മാത്രമേ എൻ്റെ ജീവിതമുള്ളൂ, അത് കഴിഞ്ഞ് ഞാനിവിടെ വിട്ടു പോകേണ്ടവനാണ്. ഇവിടെ ആയിരിക്കുമ്പോൾ എനിക്ക് തന്നിട്ടുള്ളത് എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. അത് ഞാൻ ദൈവത്തിനായിട്ട് സമർപ്പിക്കണം. ആ സമർപ്പണത്തോടുകൂടെ ഞാൻ എന്നെയാണ് സമർപ്പിക്കുന്നത് എന്നുള്ളതും ഓർക്കേണ്ടതാണ്. നാം ദൈവത്തിനായി സമർപ്പിക്കുന്നതിൻ്റെ കൂടെ നമ്മെ തന്നെ ആണ് സമർപ്പിക്കുന്നത്. മോശെ ന്യായപ്രമാണത്തിൽ പറയുന്നു, നിങ്ങളുടെ സഹോദരങ്ങളുടെ ഇടയിൽ ദരിദ്രരായിട്ടുള്ളവർ ഉണ്ട്, അവർക്ക് കടം കൊടുത്താൽ അവരെ ബുദ്ധിമുട്ടിക്കരുത്. അവർക്ക് മടക്കി തരാൻ കഴിവില്ലെന്നുണ്ടെങ്കിൽ ഇളച്ചു കൊടുക്കണം. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ഇടയിൽ ദരിദ്രരുണ്ടാകുകയില്ല. ദരിദ്രരും സമ്പന്നരും എല്ലാം ഉള്ള ലോകത്തിലാണ് ജീവിക്കുന്നത്. പക്ഷേ ദരിദ്രരുണ്ടാകാതിരിക്കണമെങ്കിൽ സമ്പന്നരായിരിക്കുന്നവർ ദരിദ്രർക്ക് അവർക്കുള്ളത് കൊടുത്തുകൊണ്ടേയിരിക്കണം. അങ്ങനെയെങ്കിൽ ദരിദ്രരുണ്ടാകുകയില്ല. പക്ഷേ ന്യായപ്രമാണം ആവർത്തന പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ
15-ാം വാക്യത്തിൽ പറയുന്നു, ദരിദ്രർ നിങ്ങളുടെ ഇടയിൽ എന്തും കാണും. എന്താ? നിങ്ങൾക്കുള്ളത് കൊടുത്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ദരിദ്രരുള്ളത്. ലോകത്തിൽ ദരിദ്രരും സമ്പന്നരുമുണ്ട്. പക്ഷേ ദരിദ്രരില്ലാത്തതായ ഒരു ലോകം ഉണ്ടാകത്തക്കവണ്ണം ഉള്ളവർ ഇല്ലാത്തവർക്ക് കൊടുത്തുകൊണ്ടിരിക്കണം. കൊടുത്തുകൊണ്ടിരുന്നാൽ ദരിദ്രർ ഉണ്ടാകുകയില്ല എന്നും, നാം കൊടുക്കുവാനായിട്ടാണ് ദരിദ്രരെ അവിടെ സൂക്ഷിച്ചിരിക്കുന്നതെന്നുമാണ് ന്യായപ്രമാണത്തിൽ മോശ പറയുന്നത്. അതുകൊണ്ട് ഇന്ന് നാം കൊടുക്കുന്നത് എന്താണെന്നും എന്തിനു വേണ്ടിയാണ് കൊടുക്കുന്നതെന്നും ഉള്ളത് പ്രത്യേകമായിട്ട് നമ്മെ ഓർപ്പിക്കുന്നു. കർണാടക ഭാഷയിലെ ഒരു ചെറിയ പദ്യമുണ്ട്. കൊട്ടದ್ದು ದನಗೆ ಬಚ್ಚಿಟ್ಟದ್ದು ಪರರಿಗೆ ಕೊಟ್ಟು ನಾನು ಕೆಟ್ಟನೆಂದು ಹೇಳಬೇಡ, കട്ടിത ബുദ്ധി സർവജ്ഞ എന്നാണ്. കൊടുത്തതെല്ലാം കൊടുത്തതെല്ലാം എനിക്ക് വേണ്ടി, എൻ്റേതാണ്, എനിക്ക് വേണ്ടിയാണ്. മറച്ചു വെച്ചത്, കൊടുക്കാതിരുന്നതെല്ലാം മറ്റുള്ളവരുടേതാണ്, അവർക്ക് കൊടുക്കേണ്ടതാണ് മറച്ചു വെച്ചത്. പിന്നെ കൊടുത്ത് കഴിഞ്ഞ് ചിന്തിക്കരുത്, അയ്യോ ഞാനെല്ലാം കൊടുത്തു പോയല്ലോ എന്ന് ദുഃഖിക്കരുത്. കട്ടിത ബുദ്ധി സർവജ്ഞ. ഇതെല്ലാം കൊടുക്കുന്നതെല്ലാം ഒരു കെട്ടായിട്ട് കെട്ടി നിനക്ക് നിത്യതയിൽ നിനക്ക് തരാനായിട്ട് വെച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം കെട്ടിവെച്ചിരിക്കുകയാണ് നീ കൊടുക്കുന്നതോടൊപ്പം നിനക്ക് വേണ്ടി എന്നാണ് പറയുന്നത്. ദാവീദ് ഇത് ഗ്രഹിച്ചാണ് ഈ കാര്യം പറയുന്നത്. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. അത് ദൈവത്തിനായിട്ട് സമർപ്പിക്കുവാനും അതോടൊപ്പം ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുവാനുമായിട്ടാണ് ദൈവം തന്നിട്ടുള്ളത് എന്ന് ഈ സമയത്ത് നാം ഓർക്കണം. കൊടുക്കുമ്പോൾ ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. രണ്ടാമതായിട്ട് ഇന്ന് പാഠം വായിച്ച കൂട്ടത്തിൽ മലാക്കി പ്രവചനത്തിൽ 3-ാം അധ്യായത്തിൽ മലാക്കി പറയുന്നു, ദൈവത്തെ തോൽപ്പിക്കാൻ ഒക്കുമോ എന്നാണ്. ദൈവത്തെ തോൽപ്പിക്കാൻ ഒക്കുമോ? മലാക്കി 3-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. നിങ്ങൾ എങ്കിലും നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു, എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു. ദശാംശത്തിലും വഴിപാടിലും തന്നെ നിങ്ങൾ ഈ ജാതി മുഴുവനും തന്നെ എന്നെ തോൽപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾ ശാപഗ്രസ്തരാകുന്നു. എൻ്റെ ആലയത്തിൽ ആഹാരമുണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവേൻ. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ എന്നിങ്ങനെ ദൈവം ചോദിക്കുന്നു എന്നാണ്. ദൈവത്തെ തോൽപ്പിക്കാമോ എന്നാണ് മലയാളം. ഇംഗ്ലീഷിൽ ക്യാൻ മാൻ റോബ് ഗോഡ്, ദൈവത്തെ കവർച്ച ചെയ്യാമോ എന്നാണ്. ഞാൻ അത് കർണാടക ഭാഷയിൽ വായിച്ചതായ സമയത്ത് മോഷ്ടിക്കുക, ദൈവത്തെ നിന്ന് ദൈവത്തിന് കൊടുക്കേണ്ടതിന് മോഷ്ടിച്ചെടുക്കാമോ എന്നാണ്. തമിഴിൽ ദൈവത്തെ വഞ്ചിക്കാമോ എന്നാണ്. ദൈവത്തെ വഞ്ചിക്കുന്നതും തോൽപ്പിക്കുന്നതും കവർച്ച ചെയ്യുന്നതും എല്ലാം മനുഷ്യൻ ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുക്കാതിരിക്കുന്നതാണ്. അതാണ്
മോഷണം, ദൈവത്തെ മോഷിക്കുന്ന അനുഭവം, അത് ചെയ്യുന്നില്ലയോ? മലാഖി ചോദിക്കുന്നു, നിങ്ങളുടെ ദാനം എങ്ങനെയുള്ളതാണ്? നല്ല ഒന്നിനെ സമർപ്പിക്കുവാനായിട്ട് ഇരിക്കെ കേടും പൊട്ടും ഉള്ളത് സമർപ്പിക്കുന്നത് ശരിയാണോ? അത് ദൈവം സ്വീകരിക്കുമോ? നിൻ്റെ രാജാവിനത് കൊടുത്താൽ അവൻ സ്വീകരിക്കുമോ? അവൻ പ്രസാദിക്കുമോ? അതുകൊണ്ട് ഏറ്റവും നല്ലത് ദൈവത്തിന് കൊടുക്കുക, ഏറ്റവും അധികമായിട്ടുള്ളത് ദൈവത്തിന് കൊടുക്കുക. അതോടൊപ്പം നാം നമ്മെ തന്നെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് അത്രേ ഓർപ്പിക്കുന്നത്. ഇസ്രായേൽ ജനം 12 ഗോത്രങ്ങളുള്ളതിൽ 11 ഗോത്രങ്ങൾക്കും ഭൂമിയും ഒക്കെ അവകാശമായി ലഭിച്ചു. അവർ അതുകൊണ്ട് ജീവിക്കുവാനായിട്ട് കനാൻ ദേശത്ത് അവർക്ക് ഭൂമി കൊടുത്തു. ഒരു ഗോത്രം, ലേവി ഗോത്രത്തിന്, അവർക്ക് പാർക്കുവാനുള്ളതായ സ്ഥലവും അവരുടെ കന്നുകാലികൾക്ക് അല്പം മേച്ചിൽ സ്ഥലവും അല്ലാതെ വേറൊന്നും കൊടുത്തില്ല. അവരെ ദൈവിക ശുശ്രൂഷയ്ക്കായിട്ട് മാറ്റിവെച്ചു. പക്ഷേ അവരുടെ സന്ധാരണത്തിനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ ദശാംശം കൊടുക്കണം. നിങ്ങൾ ദൈവം തരുന്നതായ അനുഭവത്തിൽ നിന്ന് നിങ്ങളുടെ സഹോദരങ്ങൾ അവർക്ക് അവകാശമൊന്നും ലഭിക്കാതിരിക്കുന്നു, അവർ ദൈവിക സേവ ചെയ്യുന്നു, അവർക്ക് വേണ്ടി ദശാംശം കൊടുക്കണം. അവർ അതിൻ്റെ ദശാംശം പുരോഹിതർക്ക് കൊടുക്കും. ദശാംശദാനം എന്നുള്ളത് മനുഷ്യൻ പരസ്പരം ശക്തീകരിക്കുവാൻ ചെയ്യേണ്ടതായ ഒരു കർമ്മമാണ് എന്നുള്ളത് ഇത്രേ ഇതിൽ കൂടെ നമ്മെ ഓർപ്പിക്കുന്നത്. ലോകത്തിൽ ദൈവം തരുന്നതായ അനുഗ്രഹങ്ങളൊക്കെ നന്നായിട്ട് ഉപയോഗിച്ചുകൊണ്ട് സ്വാർത്ഥപരമായിട്ട് ജീവിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്നില്ല. കർത്താവ് പറഞ്ഞതായ ഒരു ഉപമ ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. ഒരു മനുഷ്യന് അദ്ദേഹത്തിൻ്റെ വിളവ് ആ വർഷം വളരെ സമൃദ്ധമായി തീർന്നു. അപ്പോൾ ചിന്തിച്ചു, അയ്യോ, എൻ്റെ കളപ്പുരകളൊക്കെ വളരെ ചെറുതാണല്ലോ, ഈ ധാന്യമെല്ലാം വന്നാൽ അതിനകത്ത് കൊള്ളുകയില്ല. അതുകൊണ്ട് ചെയ്യേണ്ടത് എന്താ? ഉടനെ തൻ്റെ പഴയ ആ ചെറിയ കളപ്പുരകളെല്ലാം ഇടിച്ചു നിരത്തി വളരെ വിസ്തൃതമായിട്ട് ഉള്ളതായ കളപ്പുര പണിതു. അത് കഴിഞ്ഞ് ധാന്യമെല്ലാം ശേഖരിച്ച് വച്ചാച്ച് തന്നോട് പറയുക, എൻ്റെ മനമേ, നിനക്കേറിയ നാളത്തേക്ക് വേണ്ട ധാന്യമെല്ലാം ഞാൻ ഒരുക്കി വച്ചിട്ടുണ്ട്, അതുകൊണ്ട് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. അതാണ് അവൻ്റെ ചിന്താഗതി. ആ മനുഷ്യനോട് ദൈവം പറയുന്നു, മൂഢാ, ഈ രാത്രിയിൽ നിന്റെ ജീവനെ നിന്നിൽ നിന്നെടുത്താൽ നീ ഒരുക്കി വെച്ചിട്ടുള്ളത് ഒക്കെ ആരനുഭവിക്കും? വളരെയേറെ ധനം ഉണ്ടാക്കി വെച്ച് യുദ്ധത്തിൻ്റെ സമയത്ത് എല്ലാം വിട്ട് ഓടിപ്പോകുകയാണ്, ഒന്നും എടുക്കുന്നില്ല, ഉടുത്തിരിക്കുന്ന വസ്ത്രവുമായിട്ട് ഓടിപ്പോവുകയാണ്. സമ്പാദിച്ചതൊക്കെ എന്തേ? അതുകൊണ്ട് ദൈവം തന്നിട്ടുള്ളത് നാം ദൈവത്തിനായിട്ടും മറ്റുള്ളവർക്കായിട്ടും കൊടുക്കുന്ന അനുഭവം നമ്മിൽ ഉണ്ടാകണം. അത് നമ്മെ തന്നെ ദൈവത്തിന് കൊടുക്കുന്നതാണ് എന്നത്രേ ഓർപ്പിക്കുന്നത്. നമ്മുടെ അച്ഛന്മാരിൽ ഒരു സീനിയർ അച്ഛൻ PK കോശി അച്ഛൻ എന്ന് പറയുന്ന അച്ഛൻ ഉണ്ടായിരുന്നു, എലന്തൂക്കാർ അച്ഛൻ. ഞങ്ങളുടെ അച്ഛന്മാരുടെ കൂട്ടത്തിൽ വളരെയേറെ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ശക്തീകരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു അച്ഛനാണ്. അദ്ദേഹം കോൺഫറൻസുകളിലുമൊക്കെ വളരെയേറെ അച്ഛന്മാരെ കൊണ്ട് പല വിധത്തിലുള്ളതാ ശാരീരിക എക്സസൈസ് ചെയ്യിക്കുന്നതോടൊപ്പം തന്നെ വളരെ സതുപദേശങ്ങൾ നൽകുമായിരുന്നു.
അദ്ദേഹത്തിൻ്റെ ഒരു പറച്ചിൽ പലപ്പോഴും ഞാൻ കേട്ടിട്ടുള്ളത്, ഒരു നേരം മാത്രം ഭക്ഷിക്കുന്നവനെ യോഗി എന്ന് വിളിക്കണം, 2 നേരം ഭക്ഷിക്കുന്നവൻ ഭോഗിയാണ്, ഭക്ഷണപ്രിയനാണ്, 3 നേരവും അതിൽ കൂടുതലവും ഭക്ഷിക്കുന്നവന് രോഗി എന്നാണ് വിളിക്കേണ്ടത്. ദൈവം തന്നിട്ടുള്ളത് മറ്റുള്ളവർക്ക് കൊടുത്ത് സന്തോഷത്തോടെ ജീവിക്കുകയാണ്. എല്ലാം എനിക്ക് വേണ്ടിയാണ്, എൻ്റെ ഭക്ഷണത്തിനാണ്. ഭക്ഷണത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുന്നതായ ജീവിതം അത് നമ്മെ രോഗിയാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവിൽ പ്രിയരെ, ദൈവം തന്നിട്ടുള്ളത് മറ്റുള്ളവരോടൊപ്പം പങ്കുവച്ച് ദൈവത്തിനായി ഇത് കൊടുക്കുന്നതായിട്ട് തീരണമെന്നുള്ളതത്രേ നമ്മെ ഓർപ്പിക്കുന്നത്. 3-ാമത്തെ ചിന്ത ഞാൻ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, നാം കൊടുക്കുന്നത് തലമുറകൾക്ക് അനുഗ്രഹമായി തീരും എന്നുള്ളതാണ്. നാം കൊടുക്കുന്നത് തലമുറകൾക്ക് അനുഗ്രഹമായി തീരണം. ഇത് പറയുന്നതിന് ഉദാഹരണമായിട്ട് എബ്രായ ലേഖനം 5-ാം അധ്യായത്തിലും 7-ാം അധ്യായത്തിലും മെൽക്കീസദേക്ക് എന്ന ഒരാളിനെ അവതരിപ്പിക്കുന്നുണ്ട്. അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനും പിന്നെ ശാലേം രാജാവ് ആയ മെൽക്കീസദേക്ക്. ഈ മെൽക്കീസദേക്ക് ആരാണ്? ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, സോദോമിൽ പാർത്തിരുന്നതായ ലോത്തിനെ അമാലേക്യർ വന്ന് യുദ്ധത്തിൽ പിടിച്ച് സോദോമ്യരെയും ലോത്തിൻ്റെ ഭവനക്കാരെയും എല്ലാം കൊണ്ടുപോയി. ഇതറിഞ്ഞുകൊണ്ട് അബ്രഹാമും അബ്രഹാമിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വീട്ടിലെ ജോലിക്കാരെല്ലാം 318 പേരും എല്ലാവരും കൂടെ പുറപ്പെട്ടു. സോദോമ്യ രാജാക്കന്മാരും ഒക്കെ അവരുടെ കൂടെ ചേർന്നു. അവർ പോയി ശത്രുക്കളെ തോൽപ്പിച്ച് കൊള്ളയെല്ലാം വീണ്ടെടുത്ത് അബ്രഹാമിൻ്റെ നേതൃത്വത്തിൽ തിരികെ വരുന്നു. അങ്ങനെ വരുമ്പോൾ അന്ന് യെരുശലേം രാജാവായിരുന്ന ശാലേം രാജാവായിരുന്ന മെൽക്കീസദേക്ക് എന്ന് പറയുന്ന ആള് അബ്രഹാമിനെ എതിരേറ്റ് ചെന്നു. അത്യുന്നതനായ ദൈവത്തിൻ്റെ നാമത്തിൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞ് അബ്രഹാമിനെ അനുഗ്രഹിച്ചു. എബ്രായ ലേഖകൻ പറയുന്നു, ഈ മെൽക്കീസദേക്ക് അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനാണ്. ശാലേം രാജാവതാൽ സമാധാനത്തിൻ്റെ രാജാവാണ്. സെദേക്ക് എന്ന് പറഞ്ഞാൽ നീതി എന്നാണ്. അതുകൊണ്ട് മെൽക്കീസദേക്ക് സമാധാനത്തിൻ്റെ രാജാവായിരിക്കുന്നത് പോലെ നീതിയുടെ രാജാവുമാണ് എന്ന് എബ്രായ ലേഖകൻ പറയുന്നു. ഈ മെൽക്കീസദേക്ക് ദൈവപുത്രൻ്റെ ഒരു പ്രതിരൂപമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ തൃത്വത്തിൽ ദൈവത്തിൻ്റെ പ്രതിപുരുഷനായിട്ടുള്ള രണ്ടാമനായിട്ടുള്ള യേശുക്രിസ്തുവിൻ്റെ ഒരു ദർശനമായിട്ടാണ് പല ആളുകളെ അവിടെ ചിത്രീകരിക്കുന്നത്. അത് ദൈവത്തിൻ്റെ ദൂതൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മോശ മുൾപ്പടർപ്പിൽ കണ്ടു, മോശയോട് സംസാരിച്ചു. അബ്രഹാമിൻ്റെ യാഗത്തിൻ്റെ മധ്യത്തിലൂടെ നടന്ന് യാഗം സ്വീകരിച്ചു. ഇങ്ങനെ പല ദൈവികമായ ദർശനങ്ങൾ ഉണ്ട്. അത് ദൈവത്തിൻ്റെ തൃത്വത്തിൻ്റെ രണ്ടാമനായിട്ടുള്ള യേശുക്രിസ്തു തന്നെ പഴയ നിയമത്തിൽ പ്രവർത്തിച്ചതാണ് എന്നത്രേ പറയുന്നത്. ഈ മെൽക്കീസദേക്കും ഇങ്ങനെയുള്ള ഒരാളായിരുന്നു, ദൈവത്തിൻ്റെ പ്രതിരൂപമായിരുന്നു, യേശുക്രിസ്തുവിൻ്റെ ഒരു പ്രതിനിധിയായിരുന്നു. ഈ ശാലേം രാജാവ് സമാധാനത്തിൻ്റെ രാജാവ്, നീതിയുടെ രാജാവ്, അവൻ
അബ്രഹാമിനെ അനുഗ്രഹിച്ചു. അതിൻ്റെ ഫലമെന്താ? അബ്രഹാമിൻ്റെ സന്താന പരമ്പരയായി ഇന്നവർ മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ട് അബ്രഹാമിന് വാഗ്ദത്തം ചെയ്തതായ കനാൻ നാട്ടിൽ വന്നപ്പോൾ ആ ദേശത്തെ അവർക്ക് അവകാശമായി കൊടുത്തു. അബ്രഹാം മെൽക്കിസദേക്കിന് ദശാംശം കൊടുത്തു. മെൽക്കിസദേക്ക് അബ്രഹാമിനെ അനുഗ്രഹിച്ചു. അനുഗ്രഹം അബ്രഹാമിന് കൊടുത്ത അനുഗ്രഹം തലമുറകൾക്കാണ് ലഭിച്ചത്. കർത്താവിൽ പ്രിയരെ, നാം അനുഭവിക്കുന്ന അനുഭവം നമ്മുടെ പിതാക്കന്മാർ ദൈവത്തോട് പ്രാർത്ഥിച്ചവർ, ദൈവത്തോട് കൂടെ ജീവിച്ചവർ, അവരുടെ ജീവിതത്തിൽ അവർക്ക് വാഗ്ദത്തം ചെയ്ത അനുഗ്രഹങ്ങളാണ് ഇന്ന് നാം അനുഭവിക്കുന്നതെന്ന് ഓർക്കുക. ഇന്ന് ദൈവത്തിൽ നിന്ന് നാം അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ പിൻതലമുറയ്ക്ക് ലഭിക്കും എന്നുള്ളതും മറക്കരുത്. അബ്രഹാമിൻ്റെ അനുഗ്രഹം, മെൽക്കിസദേക്ക് കൊടുത്ത അനുഗ്രഹം അവരുടെ പിൻതലമുറയാണ് അനുഭവിച്ചത് കനാൻ നാട്ടിൽ. അബ്രഹാമിന് വാഗ്ദത്തമേ കൊടുത്തുള്ളൂ, പക്ഷേ അനുഭവിച്ചത് പിൻതലമുറയാണ്. അതുപോലെ ദൈവം വാഗ്ദത്തം ചെയ്തത് പിൻതലമുറയ്ക്ക് ലഭിക്കും എന്നുള്ളത് ഓർക്കണം. ഈ മെൽക്കിസദേക്ക് നമ്മുടെ കർത്താവിൻ്റെ പ്രതിനിധിയാണ്, അവൻ്റെ ഒരു പ്രതിരൂപമാണ്. അവന് മാതാവില്ല, പിതാവില്ല, അവന് വംശാവലിയില്ല. പക്ഷേ ഇതൊക്കെ ഇല്ലെങ്കിൽ തന്നെയും അവൻ ആരായിരുന്നു? അവൻ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് എന്നത്രേ എബ്രായ ലേഖകൻ പറയുന്നത്. ഈ മെൽക്കിസദേക്കിനെ കുറിച്ചൊരു കഥയുണ്ട്. അത് ദൈവത്തിൻ്റെ ദ ബുക്ക് ഓഫ് സീക്രട്സ്, രഹസ്യങ്ങളുടെ പുസ്തകം എന്ന ഒരു പുസ്തകത്തിൽ, അപ്പോക്രിഫ പുസ്തകമാണ്, അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കഥയാണ്. ആദാം തുടങ്ങി 8ാം തലമുറക്കാരനായ മെഥൂശലഹ്, ഈ മെഥൂശലഹിൻ്റെ മകനായി പിറന്ന ലാമേക്കിൻ്റെ മകനാണ് നോഹ. പക്ഷേ ഈ ബുക്ക് ഓഫ് സീക്രട്സ് പറയുന്നത് മെഥൂശലഹിൻ്റെ ഒരു മകൻ നേർ എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു. ഈ നേറിൻ്റെ സഹോദരനാണ് നോഹ എന്നാണ് ഈ പുസ്തകം പറയുന്നത്. പക്ഷേ മെഥൂശലഹിൻ്റെ മകൻ ലാമെക്കിൻ്റെ മകനാണ് വാസ്തവത്തിൽ നോഹ 10ാം തലമുറക്കാരൻ. ഈ നേറും സഹോദരനും ആണ് മെഥൂശലഹിൻ്റെ മക്കളായി ഉണ്ടായിരുന്നത്. നേറിനെ മെഥൂശലഹ് ഒരു പുരോഹിതനാക്കി തീർത്തു. അദ്ദേഹം പുരോഹിതനായി. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് പേര് സോഫോനീം എന്നായിരുന്നു. പക്ഷേ അവർ വാർദ്ധക്യം വരെ മക്കളുണ്ടായില്ല. മക്കളില്ലാതെ വാർദ്ധക്യത്തിലായിരിക്കുന്ന സമയത്ത് ഒരു ദിവസം സോഫോനീം ഈ നേറിൻ്റെ സമീപത്ത് വന്നപ്പോൾ അയാളെ സൂക്ഷിച്ച് നോക്കി. സൂക്ഷിച്ച് വളരെ നേരം നോക്കിക്കഴിഞ്ഞിട്ട് ചോദിച്ചു, എന്താ നീ ഗർഭിണിയാണോ? എനിക്കറിയാൻ പാടില്ല. എങ്ങനെ വന്നു? എന്നെ വഞ്ചിച്ചോ നീ എന്ന് അങ്ങനെ പറഞ്ഞ് കോപിച്ചുകൊണ്ട് പോ എൻ്റെ അടുക്കൽ നിന്ന് ശാസിച്ചു. ഉടൻ തന്നെ ആ സ്ത്രീ അവിടെ നിലത്ത് വീണ് മരിച്ചു. ഈ സംഭവം കണ്ടിട്ട് നേറിന് ദുഃഖമായി. അയ്യോ, ഞാൻ കോപിച്ചതും ശാസിച്ചതും കൊണ്ടാണല്ലോ ഇത് സംഭവിച്ചത്. വളരെ ദുഃഖത്തോടെ ദൈവത്തോട് ക്ഷമ ചോദിച്ചു. ശവം മറവ് ചെയ്യണമല്ലോ. പോയി ചെന്ന് സഹോദരനായ നോഹയോട്
പറഞ്ഞു രണ്ടുപേരും ചേർന്ന് ശവം അടക്കം ചെയ്യാനായിട്ടുള്ളതായ ക്രമീകരണങ്ങളൊക്കെ നടത്തി തിരികെ വന്ന് ശവം എടുക്കാനായിട്ട് വന്നപ്പോൾ അതാ ആ സ്ത്രീയുടെ കാൽക്കൽ ഒരു കൊച്ചു കുട്ടിയിരുന്ന് പാട്ട് പാടുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. അവർ കണ്ട് അതിശയിച്ചു, ഇതാരാണെന്ന്. ഏതായാലും ആ ശവം അടക്കിയതിന് ശേഷം ആ കുഞ്ഞിനെ നേരെടുത്ത് തൻ്റെ മകനായിട്ട് തന്നെ വളർത്തി. അവൻ എന്നെ ഒരു പുരോഹിതനായിട്ട് തനിക്ക് ശേഷം പൗരോഹിത്യത്തിൽ നിൽക്കുവാൻ അവനെ ഒരുക്കി. അങ്ങനെ ഇരിക്കുമേ ഒരു ദിവസം ഇതാ വരുന്നു ഗബ്രിയേൽ ദൂതൻ വന്ന് പറഞ്ഞു, ഞാൻ ഈ കുട്ടിയെ പർദീസയിലേക്ക് കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്, ദൈവം എന്നെ അയച്ചതാണ്. നേറിന് വളരെ ദുഃഖമായി കുട്ടിയെ പിരിയുന്നതിൽ. എങ്കിലും ദൈവം ആവശ്യപ്പെട്ടതിലോ കൊടുക്കാതിരിക്കാൻ ഒക്കുകയില്ല. അതുകൊണ്ട് ആ തന്നെ സമർപ്പിക്കുന്നത് പോലെ ആ കുഞ്ഞിനെ കൊടുത്തയച്ചു. ആ കുട്ടിയാണ് മൽക്കീസദേക്കായി ശാലേം രാജാവും ദൈവത്തിൻ്റെ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനുമായത് എന്നാണ് ആ പുസ്തകം പറയുന്നത്. ഏതായാലും അതുകൊണ്ടാണ് അവന് മാതാവില്ല, പിതാവില്ല, വംശാവലിയില്ല. അവൻ ദൈവത്തിൻ്റെ പ്രതിരൂപമായിട്ടുള്ളവനാണ്. ആ ദൈവം ആ മെൽക്കീസദേക്കിൻ്റെ പ്രതിരൂപമായി വന്ന ആള്, ആ മെൽക്കീസദേക്കാണ് അബ്രഹാമിനെ അനുഗ്രഹിച്ചത്. പക്ഷേ ആ അനുഗ്രഹം ആർക്ക് ലഭിച്ചു? സന്താദികൾക്ക് ലഭിച്ചു. അതുകൊണ്ട് കർത്താവിൽ പ്രിയരെ, നാം ദൈവത്തിനായി സമർപ്പിക്കുന്നത് നമ്മുടെ പിൻതലമുറയ്ക്ക് വേണ്ടി ആണ് എന്നുള്ളത് ഓർക്കാം. അതുകൊണ്ട് ഇന്ന് അബ്രഹാം സമർപ്പിച്ചതുപോലെ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ദാവീദിനെ പോലെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് മാത്രമല്ല പിൻതലമുറയ്ക്കും നമ്മുടെ മധ്യത്തിൽ ഒന്നുമില്ലാതിരിക്കുന്നവർക്കും ലഭിക്കത്തക്കവണ്ണം നമ്മെയും നമുക്കുള്ളതിനെയും സമർപ്പിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ മിനി പ്രാർത്ഥിക്കുന്നു.